ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെയും പൂക്കിയുടെയും വക ഹാപ്പി ഓണം കേട്ടോ. അപ്പോൾ ഇന്ന് ഓണമൊക്കെ അല്ലേ, അപ്പം പൂക്കിക്കുട്ടിക്ക് നല്ലൊരു കുളി പാസ്സാക്കിയിട്ടുണ്ട്. പൂക്കിക്കുട്ടീനെ കുളിപ്പിച്ചിട്ട് ഇപ്പം കുറച്ചായി, അതായത് പപ്പി ആയതുകൊണ്ട് തന്നെ ഡെയിലി കുളിപ്പിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവരെ സ്കിന്നിൽ തന്നെയുള്ള ആ ഒരു എന്താ പറയുക ഷൈനിങ്ങും കോട്ടിങ്ങും ഒക്കെ അധികം കുളിപ്പിക്കുകയാണെങ്കിൽ ചെറുപ്പം അത് പോയി പോവും. അപ്പോൾ പപ്പി ആയിരിക്കുന്ന സമയത്ത് മന്ത്ലി വൺസ് ആണ് നോർമലി പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ പൂക്കിക്കുട്ടി വന്നതിന് ശേഷം നമ്മൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് അവിടെ നിന്നാണ് കുളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ ചെവി ക്ലീൻ ചെയ്തു തരും, നഖം വെട്ടിത്തരും, എല്ലാം നല്ല രീതിയിൽ ചെയ്തു തരും കേട്ടോ. അതിന് നടുക്ക് പൂക്കിക്ക് ഭയങ്കരമായിട്ട് ശരീരത്തിലേക്ക് പല സ്ഥലങ്ങളിലായിട്ട് ചൊറിയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, വീട്ടിൽ നിന്ന് കുളിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ പാളിപ്പോയി, പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. കാരണം പൂക്കി സമ്മതിക്കുന്നില്ല കുളിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഫുള്ളും എന്താ പറയുക, നമ്മളൊരു സ്ഥലത്ത് കെട്ടിട്ടതായിരുന്നു. പക്ഷെ കുളിപ്പിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി 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 കുറച്ച് ബുദ്ധിമുട്ടായി പോയിട്ടുണ്ടായിരുന്നു. അപ്പം നോർമലി എനിക്ക് തോന്നുന്നു ചെറിയ ഒരു ട്രേ പോലത്തെ എന്തെങ്കിലും ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ നിർത്തിയിട്ട് കുറേശ്ശെ മെല്ലെ മേത്തോട്ടാക്കി കൊടുത്തിട്ട് വേണം ചെയ്യേണ്ടി വരാൻ തോന്നുന്നു. കാരണം ചില ആൾക്കാർ അങ്ങനെയാണല്ലോ. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന 2 ഡോഗ്സും കുളിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരായിരുന്നു, അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷെ പൂക്കിക്കുട്ടി ഒരു രക്ഷയുമില്ല കേട്ടോ. ഈ നോക്ക് പാവം പോലെ ആൾക്ക് കുളിപ്പിക്കാൻ കൊണ്ടുപോകാമെന്ന് മനസ്സിലായില്ല. ഒരു വാക്സിനേഷൻ കൂടെ ഉണ്ടായിരുന്നു, അപ്പോൾ വാക്സിനേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം കുളിപ്പിക്കാൻ പോകുന്നതിന് മുന്നേ ഉള്ളൊരു വീഡിയോ ആണ് ഇത്. അപ്പം അങ്ങനെ വീട്ടിൽ നിന്ന് കുറച്ച് ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ നടക്കുന്നില്ല. ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക, ഭയങ്കരമായിട്ട് ഒച്ച ഉണ്ടാക്കുക, കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നിപ്പം ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് അവിടെ തന്നെ ഒന്ന് കുളിപ്പിക്കാം. കാരണം നല്ലോണം നഖം നീണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നഖമൊക്കെ ഒന്ന് വെട്ടിച്ച് ചെവിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ആശാനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പം പതിവ് പോലെ തന്നെ വെള്ളം കണ്ടപ്പോൾ ആൾ തുടങ്ങി ഒച്ച ഉണ്ടാക്കാനും കരച്ചിലും പിടിച്ചിലൊക്കെ ആയിട്ട്. അപ്പം ഞാൻ മെല്ലെ അടുത്തുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തലോടുന്ന കേട്ടോ ഇപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ആൾ റെഡി ആവുന്നുണ്ട് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആശാൻ ചെറിയ കുട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഭയങ്കര കരച്ചിലും ഒച്ച ഉണ്ടാക്കലൊക്കെ ആയിരുന്നേ. അച്ഛൻ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുന്നുണ്ട്, സാരമില്ല പൂക്കിക്കുട്ടാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ആളതൊന്നും കേൾക്കുന്നില്ല. ആളത്രയും ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ട് വന്നിട്ടില്ല ഇപ്പോഴും. കാരണം ഇപ്പം കുട്ടിയാണല്ലോ. അപ്പം അതിൻ്റേതായുള്ള കുസൃതിയും കാര്യങ്ങളെന്നൊക്കെ അല്ലാതെ നമ്മളോട് അത്രയ്ക്കും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 5 months ഒക്കെ ആകുമ്പോഴാണ് ഡോഗ്സിന് കുറച്ചുകൂടി ഇമോഷണലി അറ്റാച്ച്ഡ് ആവാൻ തോന്നുന്നു. പിന്നെ ഡിപ്പെൻസ് ആണ്, പല ഡോഗ് പല രീതിയിലാണ്. ചില ഡോഗ്സൊക്കെ നമ്മൾ എത്ര വളർത്തിയാലും അവർക്ക് അത്ര ഇമോഷണലി അറ്റാച്ച്ഡ് ആവാത്ത ചില ഡോഗ്സ് ഉണ്ട്. ചില ആൾക്കാർ പറയാറുണ്ട് നമ്മൾ എന്ത് ചെയ്താലും അത്രയ്ക്ക് അങ്ങോട്ട് ക്ലോസ് ആവുന്നില്ല എന്ന് പറയും. പിന്നെ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് സ്നേഹിക്കാൻ എന്നുള്ളതല്ലേ പറ്റുള്ളൂ. അപ്പോൾ അത് ആൾ നല്ലോണം കരയുന്നുണ്ട്. അതിപ്പോൾ ഞാൻ മ്യൂട്ടായതുകൊണ്ടാണ് അതൊന്നും കേൾക്കാത്തത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ആൾ സെറ്റായി. പക്ഷേ നല്ല പച്ചവെള്ളത്തിൽ കുളിപ്പിച്ചത് കൊണ്ട് ആൾ തണുത്തിട്ട് ഇങ്ങനെ കിടുകിടുകിടാന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് കാണുമ്പോൾ പാവം തോന്നി ഇങ്ങനെ കരയുന്ന കാണുമ്പോഴേ. പക്ഷെ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് വീട്ടിലിപ്പോൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒന്നാമത് ചെറിയ കുട്ടിയും കൂടിയാണ്. അപ്പം അങ്ങനത്തെ വെറുതെ റിസ്ക് എടുക്കേണ്ട വെച്ചിട്ടാണ് നമ്മൾ വാക്സിനേഷന് പോകുന്ന സമയത്ത് തന്നെ നമ്മൾ അവിടുന്ന് കുളിപ്പിക്കുന്നത്. അപ്പം അപ്പം നോർമലി എന്താ വെച്ചാൽ പൂക്കിക്ക് ഇപ്പോൾ ഈടെയായിട്ട് നല്ലോണം ചൊറിയുന്നുണ്ടായിരുന്നു. എനിക്കത് ചെള്ളുണ്ടോയെന്ന് തോന്നുന്നു. ഒരു പ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കുമ്പോൾ കാണുന്നേ ഇല്ല. കാരണം വെച്ച് തരില്ലല്ലോ നമ്മളെടുത്ത്. ഇങ്ങനെ പെടഞ്ഞ് കളിക്കുന്ന ഒരു ടീമാണല്ലോ ബീഗിൾ എന്ന് പറയുന്നത്. അപ്പം നോക്കാൻ പറ്റാറില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴേ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോക്ടർ നല്ലോണം പല സ്ഥലത്ത് ടീച്ചിങ് ഉണ്ട്. അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, ഇപ്പോൾ പപ്പി ആയതുകൊണ്ട് ഇപ്പം വേണ്ട, നെക്സ്റ്റ് മന്ത് വരുന്ന സമയത്ത് നമുക്കൊരു ഡ്രോപ്സ് ഉറ്റിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഡ്രോപ്സും കൂടെ ഈ പ്രാവശ്യം ഉറ്റിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് കഴുത്ത് മുതൽ ബാക്ക് സൈഡിൽ സ്പൈനലിൻ്റെ അവിടെയാണ് ഇത് മരുന്ന് ഉറ്റിക്കുക. അപ്പം ആ ദേഹത്തുള്ള ചെള്ളൊക്കെ പോകുമെന്നുള്ളതാണ് പറയുന്നത്. അപ്പം അതും കൂടെ ഈ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആൾ കണ്ടോ ഒന്ന് സെറ്റായിട്ടുണ്ട്. പക്ഷെ തണുത്ത് വിറയ്ക്കുന്നുണ്ട് എന്നല്ലാതെ ആ വെള്ളത്തിനോടുള്ളൊരു പേടി ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുളിപ്പിച്ച് കഴിഞ്ഞാലാണ് ആൾക്ക് പേടി പോവാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ കുളിപ്പിക്കാൻ പറ്റുന്നുമില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നെക്സ്റ്റ് ഒരു അടുത്ത മന്ത് വരുന്ന സമയത്ത് കുളിപ്പിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കട്ടെ. അപ്പം ആളിങ്ങനെ പേടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ഷാമ്പു ഒക്കെ കൊണ്ടുവരുന്ന സമയത്ത് പാവം കുറച്ച് അഴുക്കുമൂട്ടി ആയിട്ടുണ്ട്. കാരണം കുറച്ച് മണ്ണിലൊക്കെ കളിക്കുന്നതുകൊണ്ട് കാലിലൊക്കെ നല്ല മണ്ണുണ്ടായിരുന്നു. അപ്പോൾ കുളിപ്പിക്കാൻ പാടില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഡോഗ്സിൻ്റെ വെറ്റ് വൈപ്സ്
വാങ്ങിച്ചിട്ടുണ്ട്. നല്ല വെറ്റ് വൈപ്സ് കേട്ടോ, നല്ല മണമാണ്. നല്ലോണം ഉരച്ച് കഴിയുമ്പോൾ തന്നെ നല്ല വെള്ള കളറാവുന്നുണ്ട് ആൾ. അപ്പോൾ മണ്ണിലൊക്കെ കളിച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, സ്വാഭാവികമായിട്ടും ഫുൾ ചേറും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ആ വെറ്റ് വൈപ്സ് എടുത്തിട്ട് നല്ലോണം തുടച്ച് കഴിയുന്ന സമയത്ത് നല്ല നിറവും വെക്കുന്നുണ്ട്, നല്ലൊരു മണമാണ് കേട്ടോ ഇവരെ മണക്കുന്ന സമയത്ത്. അപ്പോൾ യൂഷ്വലി അതാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പം വീക്ക്ലി വൺസ് എന്നുള്ള രീതിയിൽ ഞാൻ ആ വെറ്റ് വൈപ്സ് എടുത്തിട്ട് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ എല്ലാം മുഖത്തും ദേഹത്തും വിരലിൻ്റെ ഇടയിലൊക്കെ ഇല്ലേ, അവിടേക്കാണ് ഇതുണ്ടാവുക, എന്താ പറയുക, ചളിയൊക്കെ നിൽക്കുക. അപ്പം അതൊക്കെ മെല്ലെ മെല്ലെ ഇങ്ങനെ തുടച്ചിട്ടെല്ലാം ഇതാക്കാറുണ്ട്. അച്ഛൻ നടുക്ക് കയറിയിട്ട് മുഖമൊക്കെ ഉരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ കുളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര വ്യത്യാസം, കുറേ നിറം വെച്ച പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പം 1 മാസത്തിന് ശേഷമല്ലേ കുളിക്കുന്നത്. പക്ഷെ നമ്മൾ ഇടയ്ക്ക് വെറ്റ് വൈപ്സ് വെച്ചിട്ട് നീറ്റ് ആക്കാറുണ്ട് കേട്ടോ, നല്ലൊരു ഓപ്ഷനാണേ. അതേപോലെ ഇവർക്കുള്ള പൗഡേഴ്സും സ്പ്രേസൊക്കെ അവൈലബിൾ ആണല്ലോ. ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ പപ്പി ആയതുകൊണ്ട് ഇപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അപ്പം കുറച്ച് വലുതായി 6 മന്ത്സ് കഴിഞ്ഞാലൊക്കെ അത് അഡൾട്ടായി, അപ്പം നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. പക്ഷെ എപ്പോഴും, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലൊക്കെ ഓരോ കെമിക്കൽസ് ഉണ്ടാവും. ഒന്നാമത് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ അവരെ ശരീരം ക്ലീൻ ചെയ്യുന്നത് നാവ് കൊണ്ടാണ് അല്ലേ. നമ്മളെ ദേഹത്ത് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ കൈകൊണ്ട് പോക്കത്തിന് പകരം അവർ നാവ് കൊണ്ടാണ് അവരുടെ ശരീരത്തിൽ എല്ലാ ഭാഗവും ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ കെമിക്കൽ ആഡഡ് ആയിട്ടുള്ള പൗഡേഴ്സ്, സ്പ്രേസൊക്കെ നമ്മൾ അവരുടെ ദേഹത്ത് അടിച്ചിട്ടുണ്ടെങ്കിൽ അവർ നക്കുന്ന സമയത്ത് അതൊക്കെ അവർ നാവിലൂടെ അവരെ വയറ്റിലേക്ക് എത്തും. അപ്പോഴാണ് അവർക്ക് പല പല പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉള്ളത് കൊണ്ടാണ് അത് വളരെ ഒക്കേഷണലി മാത്രം യൂസ് ചെയ്താൽ മതി എന്ന് പറയുന്നത്. നമുക്ക് രസമാണ്, പൗഡറൊക്കെ ഇട്ട് നല്ല മണമായിരിക്കുമല്ലോ. പിന്നെ പൂക്കിക്കുട്ടി ഡെയിലി ചീകണം, ഡോഗിന് മുടിനെ ബ്രഷ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പൂക്കിക്കുട്ടി വെച്ച് തരാറില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പൂക്കിക്കുട്ടിക്ക് ട്രീറ്റ് വെച്ചിട്ട് എന്തും നടക്കത്തുള്ളൂ കേട്ടോ. അപ്പം കുറച്ച് ട്രീറ്റൊക്കെ വെച്ചിട്ട് ഇതാക്കിയിട്ടൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അങ്ങനെ മുടിയിൽ കുടുക്കുക കാര്യങ്ങളൊന്നും ഇല്ല, ചെറിയ ചെറിയ ഷോർട്ട് ഹെയർസ് ആയതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്യാൻ നോക്കണം. പിന്നത്തെ ഒരു കാര്യം, നമുക്കൊരു പപ്പീനെ കിട്ടിക്കഴിഞ്ഞാൽ എന്തും സ്റ്റാർട്ടിങ്ങേ ചെയ്ത് യൂസ്ഡ് ആക്കാൻ നോക്കുക. കുറച്ച് വലുതായിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ ചെറിയ മക്കളെ വളർത്തുന്ന പോലെ തന്നെ ചെറുപ്പന്നേ ഓരോന്ന് പഠിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഈസിയായിരിക്കും കുറച്ച് വലുതാവുന്ന സമയത്ത്. കാരണം അവർ ചെറുപ്പം എന്താണോ പഠിക്കുന്നത് അതാണ് ഫ്യൂച്ചറിലേക്ക് അവർ യൂസ് ചെയ്യുക. അപ്പം അതുപോലെ തന്നെയാണ് ഇവരെ കാര്യങ്ങളിലും. അപ്പം നമ്മൾ ചെറുപ്പന്നേ എന്താ പറയുക, മുടിയൊക്കെ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മൾ ലീഷ് ഇട്ടിട്ടൊന്നും ചെറിയൊരു വാക്കിന് പോവുക. പൂക്കിന് സമ്മതിക്കാറേ ഇല്ല ലീഷ് ഇടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പം മെല്ലെ മെല്ലെ യൂസ്ഡായിട്ട് വരുന്നുണ്ട് അങ്ങനെ ഒരു വാക്കിനെ കൊണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലാവും, ഓക്കെ ലീഷ് ഇട്ടാൽ നടക്കാൻ പോവുക എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്ത് സെറ്റാക്കാൻ പറ്റും. കാരണം ഞാനിപ്പോൾ ഇങ്ങനെ ഓരോ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അത്. അപ്പം ഇപ്പോൾ ഒരുവിധമൊക്കെ പൂക്കിക്കുട്ടി കുറേ മാറിയിട്ടുണ്ട് കേട്ടോ. പണ്ടത്തെ അത്ര കടിക്കുന്നില്ല, വികൃതിയുണ്ട്, കുസൃതി എന്നുള്ളതൊക്കെ ഉണ്ട്. അത് പൊതുവേ ഇതാണല്ലോ, ഡോഗ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് കുസൃതിയും കാര്യങ്ങളൊക്കെ വേണം, അതൊക്കെ ഉണ്ടെന്നല്ലാതെ പണ്ട് എപ്പോഴും കടിക്കലുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ അകത്തെ കടിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നല്ല ട്രെയിനിങ് നല്ല സെറ്റായി വരുന്നുണ്ട് ആൾക്ക്, ഒക്കെ പറഞ്ഞാൽ അനുസരിക്കുന്നുണ്ട്. അപ്പം ഫുഡിനോട് ഭയങ്കരമായിട്ടുള്ള പ്രിയമുള്ള ഒരാളാണ്. അപ്പം ഇന്ന് ഓണസദ്യയൊക്കെ കഴിച്ച് ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ട്, എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓണമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇവരെ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തൊരു ആൾക്കാരല്ലേ, അവരെ ഫസ്റ്റ് ഓണമാണ് നമ്മളെ വീട്ടിലുള്ളത്. അപ്പം സദ്യേൻ്റെ കുറച്ച് ഭാഗങ്ങളായിട്ട് ഇത്തിരി ഓരോന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ലോണം കഴിച്ചു. വയർ ഫുള്ളായിട്ട് നല്ല ക്ഷീണത്തിൽ നല്ല മയക്കത്തിലാണ് പൂക്കിക്കുട്ടി. അപ്പോൾ ഞാൻ ഇന്നൊരു ലൈവ് വരണം വിചാരിച്ചതായിരുന്നു, പൂക്കിക്കുട്ടിയുടെ ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ചത്. പക്ഷേ ആൾക്ക് വയ്യ, നല്ല കുളിയും നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മനുഷ്യന്മാരെ പോലെ തന്നെ നല്ല മത്തായി കിടന്ന് ഉറങ്ങുന്നുണ്ട് ആശാൻ. അപ്പം പൂക്കിക്കുട്ടി ഭയങ്കര ഹാപ്പിയാണ്, ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ്. ഓണക്കായിട്ട് ഓണക്കോടി എടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റുള്ള ഫോട്ടോയിൽ പൂക്കിക്കുട്ടിയുടെ ഓണക്കോടിയാണ് ആ പച്ച ഷർട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആശാനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് കുറച്ച് ടൈമിൻ്റെ പരിമിതി കാരണം അതൊന്നും നടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇതിൻ്റെ ബാക്കി ഇതിപ്പോൾ കുളിച്ച് കഴിഞ്ഞ വരെ ഉള്ളൂ. ഇനി അതിനുശേഷം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, നെയിൽ കട്ട് ചെയ്തിട്ടുണ്ട്, ആ വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പം ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്